പന്നിത്തോരനാണ് നമുക്ക് കൂടുതൽ ഇവിടെ ചിലവാകും. അതില്ല, നമുക്ക് വന്ന ദിവസം മാറിപ്പോയി. കഴിക്കാൻ പുട്ട്, കപ്പ, പൊറോട്ട, അങ്ങനത്തെ പരിപാടികൾ. ഊണിൻ്റെ പരിപാടിയാണ് ആദ്യം തൊട്ട്. കൂടുതൽ പോകുന്നത് പന്നിയിറച്ചിയും ചിക്കൻ തോരൻ, ചിക്കൻ പെരട്ട്, ബീഫ്. എങ്ങനെയുണ്ട് ആഹാരമൊക്കെ? അടിപൊളി, നന്നായിട്ടുണ്ട്. ആണോ? എന്നുവിടുന്നാണോ അതോ വല്ലപ്പോഴും വരും? ഇതുവഴി പോകുമ്പോഴും ഒരുപാട് കാലം. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ നമ്മൾ വെളുപ്പില ചെയ്യും. 11:30 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടയ്ക്കുന്നത് രാത്രി 10 മണി. മെയിൻ ഓർഡർ മരിച്ചോ? കിഴക്കൻ തട്ടുകട. ഇതെല്ലാം വറുത്തരച്ചുണ്ടായി. എല്ലാ സാധനം വറുത്തരച്ചാണ്. ലോക്കലല്ല, ഇതിന്റെ കഷ്ണമൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. 10 മണിയാകുമ്പോ ഇതൊക്കെ തീരും. അപ്പയ്ക്ക് മുളക് ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മളെ കൂട്ടിച്ച് ഒന്നുകൂടെ വയ്ക്കോ. ഒഴിവില്ലെന്നല്ല, ഇതിന് ഉപ്പില്ലാത്തതാണ്. ഇത് കൊള്ളാം. ഉപ്പ് ഉപ്പ് ആഡ് ചെയ്യണായിരിക്കും നല്ലത്. ഓക്കെ, ബീഫ് വെച്ചോ. ചിക്കൻ തോരൻ. അതുപോലെ വെച്ചോ. ഈ 3 ഐറ്റം അല്ലേ ഉള്ളത്? ഇന്ന് ഈ 3 ഐറ്റം ആണ് ഉള്ളത്. ഇന്നുള്ളത് പോത്തുണ്ട്, പന്നിയുണ്ട്. ഗ്രേവി ഇല്ലേ? ഓ തട്ടിക്കോ. ഇത് പെരട്ടല്ലേടാ? ഈ ബീഫ് എത്രയാണ് ഏട്ടാ? ഇത് ബീഫ് കഴിക്കുന്നതിന് 100 രൂപ. നമ്മളെ ലൈനിൽ ഇരുന്ന് കഴിക്കുന്നത് 100 രൂപ. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ 100. പാഴ്സൽ 120. പാഴ്സൽ 120. ഏത് ബീഫിന്? ഇതിനാ? ചിക്കൻ തോരൻ അതുപോലെ തന്നെ ലൈനിൽ കഴിക്കുകയാണെങ്കിൽ 100. മറ്റേത് 120. ആണെങ്കിൽ 120. ഇത് സെയിം. നാടൻ പെരട്ടാണെങ്കിൽ ലൈനിൽ 120, പാർസലാണെങ്കിൽ 150. പാഴ്സൽ ഇരുന്ന് കഴിക്കണം. പാർസൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് അപ്പോൾ ഇവിടെ കൂടുതൽ കൊടുക്കും. ക്വാണ്ടിറ്റി കൂടുതലാണ്. കവറും ഇതൊക്കെ വരെ ഇല്ലടാ. അല്ലല്ല, ക്വാണ്ടിറ്റിയും കൂടും. ചായ ഇടണോ? ഫോൺ മാറ്റി. ചായ വൈകിട്ടോ? ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് തുടങ്ങി. പാവപ്പെട്ടവരാണ്, ഒന്നുമില്ല, വാടകയാണിത്. 6 മാസം കൂടിയേ നമുക്ക് ഇവിടെ ഉള്ള അവസരമുള്ളൂ. അത് കഴിയുമ്പോൾ മാറിക്കൊടുക്കണം. ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം 15 കൊല്ലമായി. അതുകൊണ്ട് ഇനി അടുത്ത് വേറെ സ്ഥലം പുതിയത് കണ്ടെത്തിക്കൊണ്ടിരിക്കണം. 2-3 മാസത്തിനകം വെച്ച് അത് ഇതാണ് ബീഫിന്റെ പ്രക്സ്. മറ്റൊന്നും ബീഫിന്റെ മൂലമായിട്ടൊക്കെ വരും. ചിക്കൻ കൊള്ളാം കൂടാ. ഇങ്ങോട്ട് വരണം, അവിടെ നിന്ന് നിന്നോളാം. വീഡിയോയിൽ കാണിക്കും നമ്മൾ പറഞ്ഞ എല്ലാവർക്കും. അത് ശരിയാണ്. നിങ്ങൾ കുടിക്കാൻ വേണ്ടിട്ടല്ലേ? ഇതില് ഫ്രണ്ടിലിരിക്കണ ആൾക്കാർ ചിലപ്പോൾ തട്ടിക്കരിക്കും. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ നന്നായി. ഒരു ബീഫ് കൂടെ പറഞ്ഞാലോ? ബീഫ് കൂടെ കാണാം.
പൊറോട്ട 2 പൊറോട്ടയും കൂടെ 3 അടുത്ത് തരാൻ എനിക്കുണ്ട് നിനക്ക് കൂടെ ചേർത്താണ് ഞാൻ പറഞ്ഞു. ഈ പൊറോട്ട ഇല്ലേ പൊറോട്ട ഈ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ബീഫ് എന്ന് പറയും ഇത് പെരട്ടാണ്. ബീഫ് പെരട്ടാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോ അത് കുറച്ചുകൂടെ നല്ല കുറവ് അല്ലേ? കാരണം നമ്മൾ ഒരേ കണക്ക് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു. നാടൻ കോഴിയാണ്. നാടൻ കോഴിയാണ് നമുക്ക് സാധാരണ ഉള്ളത്. നാടൻ കോഴി കിട്ടാനില്ലേ? കിട്ടാൻ പാടില്ല. നിങ്ങൾ ഈ ബാലരാമരത്തിന് അടുത്തിടന്നിട്ട് നാടൻ കോഴി കിട്ടാൻ പാടാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നാളെ ബാലരാമരം മുഴുവൻ നാടൻ കോഴിയല്ലേ മിക്കത്. എല്ലാം ഇപ്പൊ ഏകദേശം എല്ലാം കോഴിക്കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നത് വ്യത്യാസം കോഴിയല്ലേ? അതേ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ പ്രദേശത്ത് ചുറ്റുവട്ടത്തുള്ള കോഴി നമുക്ക് വാങ്ങിച്ച് അതാണ് ഫ്രഷായിട്ട് വരുന്നത്. ഇപ്പൊ നമുക്ക് 5-6 ദിവസം കൊണ്ട് നമ്മളത് പറഞ്ഞു തന്നെ കൊടുക്കണം. കാരണം ബീഫ് വന്നേ ബീഫ് മൊത്തം അതിൽ പോയി. ഒന്നും പോയില്ല ആയിട്ടില്ല. നീയൊക്കെ കൊതി വിട്ടല്ലേ വയറിളാക്കുമെന്ന് വിചാരിച്ചിട്ട്. കൈ വിറങ്ങി. നല്ല ടേസ്റ്റ്. ബീഫ് മൊത്തം ഇങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് വന്നു. അവിടെ വരുന്നവര് വിളിക്കാൻ വേണ്ടിട്ട് ഫോൺ നമ്പർ വല്ലതും കൊടുക്കണോ? ഇപ്പോഴേ നമ്മൾ നേരത്തെ കൊടുത്തിട്ട് നമ്പർ വിളിച്ചാൽ കിട്ടൂല. അപ്പോൾ ഞാൻ ഒരു നമ്പർ തരാം. ബീഫും പൊട്ടും കൂടെയാണ് കേട്ടോ. നിന്റെ ഉടമസ്ഥനെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം തരണമെന്ന് മനസ്സിൽ തോന്നിയാൽ പറയാൻ പറ്റില്ല. നമ്മുടെ കാലാവധി അയാളെന്ത് വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. ഇത് ഏകദേശം 50-60 വർഷത്തെ കിട്ടിയായിരുന്നു ആള്. പക്ഷേ ഈ കടയുടെ പഴക്കം ഒരു സെല്ലിംഗ് പോയിന്റ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. വന്നിരുന്ന് കഴിക്കാൻ തോന്നുന്നു. ബീഫ് ഫുള്ള് തട്ടിയടാ. അത് ഞാൻ കുറച്ചെടുത്തോളാം. തിന്ന് പൈൽസ് വന്ന് ചാവണം. അതാണ് എന്റെ അന്ത്യാഭിലാഷം. ബീഫ് തിന്നണ ചിക്കൻ തിന്ന പൈൽസ് വരുത്തുള്ളൂ. ബീഫ് തിന്ന കോളം ക്യാൻസർ വരുള്ളൂ. എന്തെങ്കിലും വന്നോളൂ. എല്ലാം വീഡിയോയിൽ കിട്ടുന്നുണ്ട്. ഒരാഴ്ച നല്ല സമയം. സത്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ആലോചിച്ചതാണ്. ഇതുവരെ വന്നിട്ട് ഇവിടെ അടച്ചിരിക്കുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞേ ഉള്ളല്ലേ? നിങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളത് കേട്ടോ മിക്കപ്പോഴും. പുറത്താ ഓണർ അതെനിക്കെന്നെ അറിയാം. മറ്റേ ചേട്ടൻ പറഞ്ഞു. ഓ കടയ്ക്ക് വേണ്ടിട്ടാ വീട് അല്ലാതാ. ഇതിനു വേണ്ടി പോയിരിക്കും. ഡൽഹിയിൽ പോയി പഠിച്ചാണ് ഇവര്. ഒരു വീട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച് വേറെ മുഖ്യാത്തൊക്കെ പറഞ്ഞു. ഏത് പോലീസിന് ഒരവസ്ഥ ആപ്പിള് മോട്ടിച്ച പോലീസുകാരന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. ബൾബ് മോട്ടിച്ച പോലീസുകാരാണ്. നമ്മളെ ബൾബ് മോട്ടിച്ചവിടെ നമ്മളെ തൊട്ടടുത്തുള്ളത് നെടുമങ്ങാട് രാഷ്ട്രീയ ഇതുള്ള സംഭവം പറഞ്ഞതാണ്. നടന്ന സംഭവം പറഞ്ഞതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഒരു ഫ്രൂട്ട്സ് കടയിൽ ചെന്ന ഒരു പോലീസുകാരൻ ആപ്പിളോ ഓറഞ്ചോ മുന്തിരി അങ്ങനെ എന്തിനാ മോട്ടിച്ചത്? ആ നാടിന്റെ ഏതൊരു പോലീസിന്റെ ഒരു അവസ്ഥ മാറ്റം. ഇത് തന്നെയല്ലോ പറയുന്നത്. മതിയാ എനിക്ക് പോകുന്നാണ് പറഞ്ഞത്. നിന്റെ അടുത്താണ് മതി മതി അല്ലേ? നിനക്ക് വല്ലതും വേണം? നിങ്ങളാരും കഴിക്കൂല അല്ലേ? പുട്ട് ഞാൻ കഴിക്കാം. ഒരു പുട്ട് തരാം. ഒരു ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് ഒരു രക്ഷയില്ല. എനിക്ക് ബീഫാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുപോലെ ചിക്കൻ പരട്ടോ അടിപൊളി. അത്രേ ഉള്ളൂ.